ബഹുമാനപ്പെട്ട നാട്ടുകാരെ, കേരള സംസ്ഥാനത്ത് ഇപ്പോൾ അതിരൂക്ഷമായ വിലക്കയറ്റവും കൃഷിക്കാർക്ക് ആലപ്പുഴയിലും പാലക്കാടും ഏറ്റവും കർഷകർ ഉള്ള സ്ഥലത്ത് നെല്ലളന്ന് ഇതുവരെ അതിൻ്റെ പൈസ കിട്ടാത്ത പകുതിയോളം ആളുകളുണ്ട്. അതായത് ആലപ്പുഴയിലും പാലക്കാടും കേരള സംസ്ഥാനത്ത് മൊത്തം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രണ്ടാം പഞ്ചാളന്ന് പാലക്കാട് ജില്ലയിൽ നെല്ലളന്നവർക്ക് സർക്കാർ ഏകദേശം ഒരു പകുതി ആൾക്ക് പൈസ കൊടുത്തിട്ടുള്ളൂ, പകുതി കയറിയിട്ടില്ല. അതുമാത്രമല്ല, ഇവിടെ സാമ്പത്തിക ഞെരുക്കം കാരണം കടമെടുപ്പാണ്. 15 ലക്ഷം കോടിയാണ് മൊത്തം ഇന്ത്യയിലെ കറൻസി ഉള്ളത്. നോട്ട് നിരോധനത്തിൽ കൂടെ വന്ന് അതിൽ 99% തിരിച്ചു വന്നിട്ടുണ്ട്. ആ തിരിച്ചു വന്ന് 1% എന്തോ കമ്മി ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇന്ത്യ രാജ്യത്ത് മൊത്തം കറൻസി അടിച്ചിറക്കിയിരിക്കുന്നത് 15 ലക്ഷം കോടിയാണ്. അപ്പോൾ കേരളം കടക്കണിയിലാണ് എന്ന് പറയുമ്പോൾ, നേരത്തെ 9ഓളം മുഖ്യമന്ത്രിമാർ ഭരിച്ചപ്പോൾ 1.5 ലക്ഷം കോടിയാണ് ഉമ്മൻചാണ്ടി വരെ ഭരിച്ചവർക്ക് കടമുള്ളത്. ഇപ്പോൾ അത് 5,40,000 കോടിയായി. ഇന്ത്യൻ കറൻസിയിൽ ആകെ 15 ലക്ഷം ഉള്ള സ്ഥലത്ത് 5,40,000 കോടി കടം എടുത്ത് ദൂർത്തടിച്ചിട്ടാണ് പിണറായി സർക്കാർ ഇതാകുന്നത്. അവരുടെ കുടുംബക്കാർക്ക് മറ്റുള്ളതൊക്കെ പല ആരോപണങ്ങളും പലതും വന്നിട്ടും AI ക്യാമറ തട്ടിപ്പ്, AI ക്യാമറ ഇപ്പോൾ ഒന്നും പ്രവർത്തനരഹിതമാണ്. പിന്നെ നെല്ലളന്നവൻ്റെ കൂലിയില്ല, ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല മര്യാദയ്ക്ക്, അങ്കണവാടി ടീച്ചർമാർക്ക് കൊടുക്കുന്നില്ല പൈസ, വിഹിതം കൂട്ടുന്നില്ല, കഞ്ഞി വെച്ച് കൊടുക്കുന്ന സ്കൂൾക്ക് ഉച്ചക്കഞ്ഞി വെച്ച് കൊടുക്കുന്നവർക്കടക്കം സമയത്ത് കാശ് കൊടുക്കാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ സമുദായ സംഘടനകളിലെ NSSഉം SNDPയും പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനായി പുകഴ്ത്തുന്നതെന്ന് കേരള ജനതയ്ക്ക് അറിയുന്നില്ല. അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി നടത്തുന്നതിനെതിരെ നിന്ന NSS ഇപ്പോൾ അവർക്ക് CPM ആയിട്ട് ധാരണ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ഒരു കീഴ്വഴക്കമല്ല. SNDP വെള്ളാപ്പള്ളി നടേശനും അവരൊക്കെ പല പ്രാവശ്യം CPMന് സപ്പോർട്ട് ചെയ്തിട്ടും കോൺഗ്രസ്സിന് വോട്ട് കൂടുതൽ കിട്ടുകയല്ലാതെ SNDPക്കാർ എന്ന് പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പെട്ട് കുടുങ്ങി കിടന്ന് അച്ഛൻ CPMനെ സഹായിക്കുകയും വെള്ളാപ്പള്ളി നടേശൻ മകൻ തുഷാർ വെള്ളാപ്പള്ളി പിന്നെ BJPയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇരട്ടത്താപ്പ് നയമാണ് BJPയും CPMഉം. സ്ത്രീ പ്രവേശനത്തിൽ ചന്ദ്രശേഖരനെ വിളിക്കാത്തത് കൊണ്ടാണ് പോയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും BJP ആയിട്ട് കൂട്ടുകച്ചവടം നടത്തി CPM ഭരണത്തിലേറാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് ഇനി CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ നരേന്ദ്രമോദിയും ഇവരുടെ ആൾക്കാരൊക്കെ കൂടി BJPക്കാരൊക്കെ കൂടിയിട്ട് സൗകര്യം ചെയ്ത് കൊടുത്ത് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. തനിക്കാക്കി വടക്കാക്കുന്ന പരിപാടിയാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPൻ്റെ കൂടെ ഈ CPM പോയാൽ CPMനെ വിഴുങ്ങുമെന്ന് ആർക്കാ അറിയാത്തത്? അപ്പോൾ കേരള സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൊല്ലം കേരളത്തിലെ പല ഭാഗത്തു നിന്നും 40,000 വോട്ട് കള്ളവോട്ട് ചെയ്തിട്ടാണ് ഇവർ ജയിച്ചത്. സുരേഷ് ഗോപിൻ്റെ കുടുംബത്തിനൊക്കെ 3-4 വോട്ടുണ്ട്. ഒരു ബിൽഡിങ്ങിൽ 400-500 വോട്ടുകൾ എല്ലാം ചേർത്ത് കോൺഗ്രസിൻ്റെയും അത്യാവശ്യമുള്ള ആളുകളുടെയൊക്കെ വോട്ട് വെട്ടിമാറ്റി ഇപ്പുറത്ത് ചേർത്തുകയാണ് ചെയ്യുന്നത്. പലരെയും വോട്ട് ഇല്ലാത്ത കച്ചവടമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് സത്യം. രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ സത്യം അത് തിരിച്ചറിയാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് TN ശേഷന് ശേഷം വേറൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായില്ല. പാലക്കാട്ടിലെ TN ശേഷനാണ്. തെരഞ്ഞെടുപ്പ് എന്താണെന്നുള്ളത് അറിയിച്ചത് TN ശേഷനാണ്. സമഗ്രമായ അന്വേഷണവും എല്ലാം നടത്തി കറക്റ്റായിട്ടുള്ള വോട്ടർ പട്ടിക പുതുക്കൽ മറ്റുള്ളതെല്ലാം ചെയ്ത് TN ശേഷനാണ്. അതിന് ശേഷം വേറെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരൊന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ട് BJPക്ക് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷം മുമ്പ് 10-12 വർഷം മുമ്പ് BJP അധികാരത്തിൽ വരുമ്പോൾ 2016 ഉള്ള ഇലക്ഷനിൽ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം 72 രൂപയ്ക്കാണ്
പെട്രോൾ കൊടുത്തത് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ. അപ്പോൾ 72 രൂപ പെട്രോൾ കൊടുത്ത സ്ഥലത്ത് ഞങ്ങൾ വന്നാൽ 50 ഉറുപ്പിക്ക് പെട്രോൾ കൊടുക്കും പറഞ്ഞു. 1 ലിറ്റർ പെട്രോൾ 50 ഉറുപ്പിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഈ CPM ഉം BJP യും കൂടി കോൺഗ്രസ് ഭരിക്കുമ്പോൾ 50 രൂപ 50 പൈസ ഒരു രൂപ കൂടുമ്പോഴേക്കും നടു റോഡിൽ കപ്പ ഒഴുങ്ങി തിന്നവരാണ് DYFIക്കാരും CPM ഉം BJP യും. എന്നിട്ട് കാളവണ്ടി ഓട്ടി നടന്നവരാ. തിരുവനന്തപുരത്ത് മറ്റുള്ളതൊക്കെ കാളവണ്ടിയൊക്കെ ഓട്ടി നടന്നവരാ. അപ്പോൾ വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം ഉണ്ട്. പിന്നെ ഈ അരിക്ക് നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 28 രൂപയാണ് അരിക്ക് വില. ഇപ്പം എന്താ വില? ഇപ്പോൾ വന്നിട്ട് 45-50 രൂപ കൊടുക്കണം 1 കിലോ അരി. അന്ന് 4 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് അരി കൊടുത്തവിടെ ഇപ്പം 4 രൂപയ്ക്ക്. നേരത്തെ 2 രൂപയ്ക്ക് അരി കൊടുത്ത ഉമ്മൻചാണ്ടി സർക്കാർ അരി കൊടുത്തതാണ് 4 രൂപയ്ക്ക്. എല്ലാ വിലക്കയറ്റവും നടത്തി CPM ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം മറ്റുള്ളതൊക്കെ നടത്തി അധികാരത്തിൽ പഞ്ചായത്തിലും മറ്റുള്ളതും പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും നടക്കില്ല. ഈ ആശാ വർക്കർമാർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഇനിയും ശക്തമായി നിൽക്കും. ഈ സർക്കാർ ഇപ്പോഴൊന്നും ഈ ആശാ വർക്കർമാരെ സംരക്ഷിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അത് UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുകയാണ് ചെയ്യും. ഇവിടെ തനത് ഫണ്ട് ഇല്ലാതെ, ഓൺ ഫണ്ട് ഇല്ലാതെ ദൂർത്തടിച്ച് ചെലവ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ടാക്സ് സർക്കാർ പിരിച്ചെടുക്കുന്നില്ല. പെൻഷൻ കൊടുക്കുന്നത് മൊത്തം 2000-3000 കോടി ഓരോ 3 മാസത്തേക്കും എല്ലാം 2 മാസത്തേക്കൊക്കെ കൊടുത്ത് കടമെടുപ്പാണ്. കടമെടുക്കാതെ 10 രൂപ വരുമാനം തനത് ഫണ്ടിൽ ഉണ്ടാക്കിയിട്ട് ചെലവ് ചെയ്യാൻ ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതാണ്. അപ്പോൾ അത് കേരളത്തിലെ മുച്ചോടും കടത്തിന് നമ്മൾ നാട്ടുകാരെടുത്ത കടങ്ങൾ പുറത്ത് 3-3.5 കോടി ജനങ്ങളെടുത്ത കടത്തിന് പുറത്താണ് ഇവർ വീണ്ടും കടക്കണി എടുത്തിട്ട് കടക്കണിയാക്കി ഇലക്ഷൻ വരാൻ വേണ്ടിയിട്ടും എന്തിനാ ഇവർ ഭരിക്കുന്നത് ഇങ്ങനെ? 10 രൂപ വരുമാനം ഉണ്ടാക്കിയിട്ട് ചെലവ് ചെയ്യുന്നതല്ലേ നല്ലത്? ഇത് ചെലവ് ചെയ്യുന്നത് വരുമാനമില്ലാതെ ചെലവ് ചെയ്ത് ഒരു ദിശാബോധമില്ലാത്ത ഒരു സർക്കാരാണ് ഈ പിണറായി സർക്കാർ. ഇത് മാറ്റം വന്നേ പറ്റൂ. ജനങ്ങളെല്ലാവരും ഇവരുടെ തട്ടിപ്പിൽ വീഴാതെ എല്ലാവരും വോട്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ നാടിൻ്റെ വികസനം നടക്കുകയുള്ളൂ. ഇവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ആരെങ്കിലും 10 രൂപ ഇറക്കിയാൽ അതിനെ ഇല്ലാതാക്കണം. കിറ്റക്സ് മറ്റുള്ളവരൊക്കെ ഇവിടെ ഫാക്ടറികളൊക്കെ കൊണ്ടുവരാൻ മെനക്കെട്ടു. 50,000 ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കൊണ്ടുവന്നതിന് കൊടി പിടിച്ചിട്ട് ഇല്ലാതാക്കുന്ന ആളുകളാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പലരും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി. വിലക്കയറ്റം എന്ന് പറയുമ്പോൾ രൂക്ഷമായ വിലക്കയറ്റമാണ്. ഇലക്ട്രിസിറ്റി വില 3-4 പ്രാവശ്യം കൂട്ടി. 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. 5 വർഷമല്ല 10 വർഷവും വില കൂട്ടിയിട്ടായിരിക്കണം. പെട്രോള് ഡീസൽ വില എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെയൊക്കെ കർണാടക, തമിഴ്നാടൊക്കെ 100 രൂപ ഉള്ള 108 രൂപ ഇങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ രൂക്ഷമായ വിലക്കയറ്റം അതും എല്ലാം ഒന്നും ഒരു നിയന്ത്രണമില്ലാത്ത ചെലവ് ചെയ്തതിലും അഴിമതിയും സ്വജനപക്ഷപാതവും അവർ വേണ്ടപ്പെട്ടവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലാ മേഖലയും തച്ചു തകർക്കുന്ന സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി സമുദായ സംഘടനകളുടെ പേര് പറഞ്ഞിട്ട് ഇവിടെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ 3ാം പിണറായി സർക്കാർ വന്നാൽ കേരളം ഇനിയും വലിയ ദുരന്തങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടും 2018 ശേഷം കഷ്ടകാലമാണ്. 2018 ഒരു വെള്ളപ്പൊക്കം, അത് കഴിഞ്ഞാൽ കൊറോണയ്ക്ക് കോടിക്കണക്കിന് ആൾക്കാർ ഇതായി. അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പരിപാടി പറയും. സുപ്രീം കോടതി വിധി BJP യും CPM കൂടി നടത്തിയ ഒരു ഇരട്ടത്താപ്പ് നയം. ഇതിൻ്റെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് കോൺഗ്രസ് വിശ്വാസികളുടെ കൂടെ നിന്നുള്ളൂ. കോൺഗ്രസിൻ്റെ കൂടെ എല്ലാവരും ഒരിക്കൽ കൂടി നിന്ന് ഈ ദുഷ്ടലാക്ക് കാണിക്കുന്ന BJP യും CPM യും പുറത്താക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് നെമ്മാറ പഞ്ചായത്ത് മെമ്പർ ആർ ശങ്കരനാരായണൻ അറിയിച്ചു.